കടവല്ലൂർ ദേശവിളക്ക് വ്യാഴാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും താലത്തോടെയുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വടക്കുമുറിയിലെ വിളക്കുപന്തലിലെത്തി സമാപിക്കും. തുടർന്ന് അന്നദാനം ഉണ്ടായിരിക്കും. രാത്രി 10 മുതൽ പന്തലിൽ പാട്ട്, തിരിയൊഴിച്ചിൽ, പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ട്, തട, കനലാട്ടം എന്നിവയോടെ വിളക്കാഘോഷത്തിന് സമാനമാകും. മരത്തങ്കോട് ജ്യോതിപ്രകാശ് മകനൻ പാർട്ടിയാണ് വിളക്ക് യോഗക്കാർ. സന്ധ്യയ്ക്ക് 7:30 മുതൽ ഗുരുവായൂർ ചാമുണ്ടേശ്വരി ഭജന സംഘത്തിന്റെ ഭജനയും വിളക്ക് പന്തലിൽ ഉണ്ടായിരിക്കുമെന്ന് ദേശവിളക്കാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഇരു യോഗങ്ങളുടെയും മികവുറ്റ വേദാലാപനത്തോടെ കടവല്ലൂർ അന്യോന്യത്തിന് സമാപനമായി. മുമ്പിലിരിക്കൽ നടത്തിയ തിരുനാവായ യോഗത്തിലെ താരങ്ങാട് നാരായണൻ നമ്പൂതിരി 8-ാം അഷ്ടകം 6-ാം അധ്യായം 10-ാം മൃഗത്തിലെ മനീഷിണ ഭ്ര എന്നു തുടങ്ങി 10 റിക്കുകൾ ഭംഗിയായി ചൊല്ലി. കോതമംഗലം വാസുദേവൻ നമ്പൂതിരി, നാരായണമംഗലത്ത് പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ കൈമുദ്ര കാട്ടി സഹായിച്ചു. 2-ാം വാരമിരുന്ന തൃശൂർ യോഗത്തിലെ മുണ്ടയ്ക്കൽ സുനിൽ നമ്പൂതിരി 8-ാം അഷ്ടകം 3-ാം അധ്യായം 20-ാം വർഗത്തിലെ സത്യേ നോദ്ധബിത എന്ന് തുടങ്ങി 10 റിക്കുകൾ ഭംഗിയായി ചൊല്ലി. ഒറവങ്കര ദാമോദരൻ നമ്പൂതിരി, മുല്ലമംഗലം നാരായണൻ നമ്പൂതിരി എന്നിവർ കൈമുദ്ര കാട്ടി സഹായിച്ചു. തിരുനാവായ യോഗത്തിലെ തെക്കിനിയടുത്ത് കൃഷ്ണൻ നമ്പൂതിരി, നാരായണമംഗലത്ത് അഗ്നിശർമ്മൻ നമ്പൂതിരി എന്നിവർ ജട പ്രയോഗിച്ചു. ഇപ്പോൾ 9th പഠിക്കുന്ന സ്റ്റുഡൻസിനായി സയൻസ് ഷെയിൽ നെക്സ്റ്റ് ഇയർ 10th ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്സ് ബേസിക് ടെസ്റ്റുകൾ നടത്തി അവരുടെ ഇഷ്യൂസ് പറഞ്ഞു കൊടുക്കും. കൂടാതെ ഫിസിക്സിലെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും ചെയ്തു കൊടുക്കും. അതിനോടൊപ്പം തന്നെ ജാനുവരിയിൽ സയൻസിന്റെയും മാത്സിന്റെയും 5ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നു. താല്പര്യമുള്ളവര് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തു. അഖിലേന്ത്യാ തലത്തിൽ മികവ് പുലർത്തിയ സംഘടനകൾക്ക് ആദരവുമായി അഹമ്മദീയ മുസ്ലിം മിഷൻ. ആളൂർ അഹമ്മദീയ മുസ്ലിം മിഷൻ ഹൗസിൽ നടന്ന ആദര ചടങ്ങിൽ അഹമ്മദീയ മുസ്ലിം ജമാഅത്ത് പ്രാദേശിക പ്രസിഡന്റ് അബ്ദുൾ ഖാദർ അധ്യക്ഷനായി. മികച്ച പ്രവർത്തനങ്ങളിൽ അഖിലേന്ത്യാ തലത്തിൽ 7-ാം സ്ഥാനം കരസ്ഥമാക്കിയ യുവജന സംഘടന മജ്ലിസ് ഗുദ്ദാമുൽ അഹമ്മദിയാക്കും, 8-ാം സ്ഥാനം കരസ്ഥമാക്കിയ ബാലികാ സംഘടന നാസിറാത്തുൽ അഹമ്മദിയാക്കും, 7-ാം സ്ഥാനം കരസ്ഥമാക്കിയ മഹിളാ സംഘടന ലജ്ന ഇമായില്ലക്കും, തൃശൂർ പാലക്കാട് ജില്ലാ അഹമ്മദിയ വൈസ് പ്രസിഡന്റ് എം സുബൈർ അഹമ്മദ് ചേലക്കര സമ്മാനങ്ങൾ വിതരണം ചെയ്ത് ആദരിച്ചതോടൊപ്പം മദ്രസയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഐറിൻ മറിയത്തിനും സമ്മാനം നൽകി. സിദ്ദിഖ് ആളൂർ, ഗുലാം അഹമ്മദ് ചേലക്കര, അബ്ബാസ് ആളൂർ, അബ്ദുൽ ഖനി മൊഗ്രാൽ, അർഫാൻ ആളൂർ, റസീന അൻസർ, താഹിർ അഹമ്മദ് ആളൂർ, തൂബ ഖലീൽ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ബൈത്തുൽ മാൽ ഇൻസ്പെക്ടർ മൗലവി ഫാഹിൻ അഹമ്മദ് സാമ്പത്തിക ത്യാഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു.
IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. ഗുരുവായൂരിൽ തെരുവ് നായകൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ 100-ലധികം തെരുവ് നായ്ക്കളെ പിടികൂടി കുത്തിവയ്പ്പിന് വിധേയമാക്കി. പൂക്കോട് വെറ്റിനറി ഡിസ്പെൻസറി സർജൻ ഡോക്ടർ CR പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ VJ മെർലി, ലിജോ പോൾ, അറ്റൻഡർ ശ്യാം പ്രസാദ്, സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിൽ 10ഓളം പേരാണ് കുത്തിവയ്പ് സംഘത്തിലുണ്ടായത്. പൂക്കോട് മൃഗാശുപത്രിക്ക് കീഴിലുള്ള പ്രദേശങ്ങളിലെ തെരുവ് നായകൾക്കാണ് ഇന്ന് കുത്തിവയ്പ് നൽകിയത്. ഗുരുവായൂർ തൈക്കാട് മൃഗാശുപത്രിക്ക് കീഴിലുള്ള തെരുവ് നായകൾക്ക് പിന്നീട് കുത്തിവയ്പ് നൽകും. ഏകാദശിയുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുന്ന തിരക്ക് കണക്കിലെടുത്താണ് ഈ മേഖലയിലെ നായ്ക്കളുടെ കുത്തിവയ്പ് മാറ്റിവെച്ചത്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 600ഓളം തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക്. പാര വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. കാട്ടാക്കാമ്പൽ പഞ്ചായത്തിൽ 18 വാർഡുകളിലായി 61 പേരാണ് ജനവിധി തേടുന്നത്. LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇത്തവണ LDFൽ CPM 16 സീറ്റിലും CPI 2 സീറ്റിലും മത്സരിക്കുന്നു. UDFൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ആനപ്പറമ്പ് വാർഡിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. NDA സഖ്യത്തിലെ BJPയും BDJSും സ്രായിൽ വാർഡിൽ പരസ്പരം മത്സരിക്കുന്നുണ്ട്. കോട്ടോലും പാലാട്ടുമുറിയിലും SDPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഭരണം നിലനിർത്താൻ CPM ശ്രമിക്കുമ്പോൾ 10 വർഷമായി പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. കഴിഞ്ഞ തവണ ആദ്യമായി സീറ്റ് പിടിച്ചെടുത്ത BJP കൂടുതൽ സീറ്റുകൾ നേടാനുള്ള തയ്യാറെടുപ്പിലാണ്. മുന്നണികൾക്ക് ഭീഷണിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ശക്തമായ മത്സരത്തിന് തയ്യാറെടുപ്പിലാണ്. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. പരിശുദ്ധനായ മോർ യാക്കോബ് മുഫിസ്കോ സഹദായുടെ ഓർമ്മ പെരുന്നാൾ സുവിശേഷ യോഗത്തിന് തുടക്കമായി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സൺ സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ MYM യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധനായ യാക്കോബ് മുഫിസ്കോയുടെ 1604 ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്നത്. വൈകിട്ട് പള്ളിയിൽ സന്ധ്യാനമസ്കാരവും ഗാനശുശ്രൂഷയും. തിങ്കളാഴ്ച രാത്രി അഭിവന്യ ഡോക്ടർ മാണി രാജൻ കോറപ്പിസ്കോപ്പയും ചൊവ്വാഴ്ച രാത്രി ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ എന്നിവർ വചന സന്ദേശം നൽകി. സമാപന യോഗത്തിൽ ബുധനാഴ്ച രാത്രി ഫാദർ മാത്യൂസ് ഈരാളിൽ എന്നിവർ വചന സന്ദേശം നൽകും. 27 വ്യാഴാഴ്ച രാവിലെ 7 വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ മാത്യൂസ് ഈരാളിൽ കാർമ്മികനാകും. കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവ നടക്കും. ഓർമ്മ പെരുന്നാളിന് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, ട്രസ്റ്റി സോജൻ KJ, സെക്രട്ടറി അരുൺ T രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ?
പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രമല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ. ഐക്യ ജനാധിപത്യ മുന്നണി പോർക്കുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. പോർക്കുളം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി O. അബ്ദുൾ റഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. BJPയും CPIയും കൂടിയുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ആധാരം. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടും BJP പ്രതികരിക്കാത്തത് ഈ അവിശുദ്ധ കൂട്ടാണ്. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ തിരഞ്ഞെടുപ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് O. അബ്ദുൾ റഹ്മാൻ കുട്ടി പറഞ്ഞു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായ KC ബാബു, CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, മഹിളാ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കവിത പ്രേംരാജ്, VR അനിൽദാസ്, KB തമ്പി മാസ്റ്റർ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. തുടർന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന MS മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രൊഫസർ N രാധാകൃഷ്ണൻ, MM മഹേഷ്, പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്നിവരെ ഷോൾ അണിയിച്ച് കൺവെൻഷനിൽ പരിചയപ്പെടുത്തി. KNR ഫുഡ്സിന്റെ പുതിയ സ്ഥാപനമായ സ്നേക്കിസ്റ്റ് 2025 നവംബർ 16 ഞായറാഴ്ച 3 മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനം മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ തൃക്കരങ്ങളാൽ സ്ഥാപനത്തിന്റെ കൂദാശയും ഉദ്ഘാടനവും നിർവഹിച്ചു. ചടങ്ങിൽ വൈദികർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സ്റ്റാഫുകൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ കൊച്ചുമോൻ നന്ദി അറിയിച്ചു. എല്ലാവിധ സ്നാക്സുകളും ക്വാളിറ്റിയോടുകൂടി തയ്യാറാക്കുന്ന പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് യൂണിറ്റാണ് പഴഞ്ഞി ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ സ്നാക്സുകൾ മൊത്തമായും ചില്ലറയായും നൽകപ്പെടുന്നു. സഹോദര സ്ഥാപനം നോബിൻ ട്രേഡേഴ്സ്, എറണാകുളം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ നമസ്കരിക്കുന്ന BJPക്കെതിരെയും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന CPIM നേതൃത്വത്തിനെതിരെയുമുള്ള ജനവിധിയായിരിക്കും ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പ്രകടമാകുകയെന്ന് UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ പ്രസ്താവിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണി ഗുരുവായൂർ നഗരസഭ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചന്ദ്രമോഹൻ. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. UDF നേതാക്കളായ CH റഷീദ്, CV കുര്യാക്കോസ്, PRN നമ്പീശൻ, RV അബ്ദുൾ റഹീം, അഡ്വക്കേറ്റ് TS അജിത്, R രവികുമാർ, KPA റഷീദ്, AT സ്റ്റീഫൻ മാസ്റ്റർ, MF ജോയ് മാസ്റ്റർ, RV അബ്ദുൾ ജലീൽ, OKR മണികണ്ഠൻ, ആൻഡോ തോമസ്, BV ജോയ്, ഗോകുൽ ഗുരുവായൂർ, CS സൂരജ്, റജീന അസീസ്, രേണുക ശങ്കർ, നിഖിൽ G കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി അഡ്വക്കേറ്റ് TS അജിത്, RV അബ്ദുൾ റഹീം, അരവിന്ദൻ പല്ലത്ത്, KP ഉദയൻ, ചെയർമാൻ KPA റഷീദ്, വർക്കിംഗ് ചെയർമാൻ AT സ്റ്റീഫൻ, RV ജലീൽ, CS സൂരജ്, വർഗീസ് ചീരൻ, ജനറൽ കൺവീനർമാർ PK രാജേഷ് ബാബു, ട്രഷറർ R രവികുമാർ, ചീഫ് കോർഡിനേറ്റർ ബാലൻ വാർനാട്ട്, മീഡിയ കോർഡിനേറ്റർ എന്നിവരെ തിരഞ്ഞെടുത്തു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയേഴ്സ്, ചാരുകസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്,
അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കോട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കർ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം.